ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സ്പന്ദനം കണക്കിലാണെന്ന് പറയേണ്ടി വരും. ഏറ്റവും എൻ്റെ മനസ്സിലിപ്പോൾ ഓടി വരുന്നത് സാക്ഷാൽ മേരി ക്യൂറി PA ക്യൂറിയുടെ ബന്ധമാണ്. അതിൽ അഗ്രഗണ്യനായി നിൽക്കുന്ന സയൻറ്റിസ്റ്റാണ് സാക്ഷാൽ മൈക്കിൾ ഫാരഡേ. ഗലീലിയോയെ കുറിച്ചാണ് ഒരു ബാൻഡാണ് ആ കുട്ടികൾ പാടിയിട്ടുള്ളത്. സയൻസ് ഇസ് നോട്ട് ഓൾ അബൌട്ട് മാത്തമാറ്റിക്സ്. കൂവലിലെ ഇന്നത്തെ വിഷയം സയൻസ് ആണ്. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ, നിന്റെ നാല് കെട്ടിന്റെ പടിപ്പുറമുറ്റത്ത് ഞാൻ എന്റെ മുറി കൂടി പണിച്ചോട്ടെ. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ടപൂജ്യം. സയൻസിന്റെ കാര്യം പറഞ്ഞില്ല, അപ്പോൾ തന്നെ മാത്സിന്റെ ആൾ എത്തി. ഇതുകൊണ്ടാണ് നമ്മൾ കുട്ടികളൊക്കെ സയൻസ് പഠിക്കാൻ മടി കാണിക്കുന്നത്. കൂടെ മാത്സും പഠിക്കേണ്ടി വരുമെന്നുള്ളൊരു പേടി. പക്ഷെ ചാക്കോ മാഷ് പറഞ്ഞതിൽ കാര്യമുണ്ട്. ഈ ഭൂലോകത്തിൻ്റെ എന്നല്ല, ഈ പ്രപഞ്ചത്തിന്റെ തന്നെ സ്പന്ദനം കണക്കിലാണെന്ന് പറയേണ്ടി വരും. പ്രപഞ്ചത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ, അതിനെ അളക്കണമെങ്കിൽ നമുക്ക് കണക്കിന്റെ ഭാഷ അറിയേണ്ടി വരും. പ്രപഞ്ചവും മനുഷ്യനും ഒരുപോലെ സംസാരിക്കുന്ന ഒരു ഭാഷ ഇന്നുണ്ടെങ്കിൽ അത് മാത്തമാറ്റിക്സ് ആണ്. അതുകൊണ്ടാണ് പ്ലസ് 1-ന്റെയും പ്ലസ് 2-ന്റെയൊക്കെ സയൻസ് പാഠപുസ്തകത്തിൽ ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിൽ തുടങ്ങുന്നത്. കാരണം കണക്ക് കൂട്ടുക, അളക്കുക, അതാണ് സയൻസിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയായിട്ട് നമ്മുടെ സയന്റിഫിക് ലോകം കാണുന്നത്. പക്ഷേ സയൻസിന്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ മെഷർമെന്റ്, ഈ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് മാത്രമാണോ? അതില്ലാത്തവർക്ക് സയൻസ് പഠിക്കാൻ സാധിക്കില്ലേ? അവിടെയാണ് കൂവൽ ഒരു പരിശോധന നടത്തുന്നത്. അതിൻ്റെ ഉത്തരം മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു സയൻസ് കരിയറിന് വേണ്ടി ശ്രമിക്കുന്ന ആളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് മാത്രമാണ്. അത് ഉണ്ടാകാം, വലിയ അളവിൽ ഉണ്ടാകണമെന്നുമില്ല. മറ്റു ചില ആപ്റ്റിറ്റ്യൂഡുകളും ഒരു സയന്റിഫിക് മൈൻഡിന് ഉണ്ടാകേണ്ടതുണ്ട്. ഒരു സയൻസ് കരിയർ ഉള്ള ആൾക്ക് മറ്റു പല ആപ്റ്റിറ്റ്യൂഡുകൾ ഉണ്ടെങ്കിലും സയൻസ് പഠിക്കാവുന്നതാണ്, സയൻസ് പ്രയോഗിക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ആ ആപ്റ്റിറ്റ്യൂഡുകൾ? ഒന്ന്, ഒബ്സർവേഷൻ ആപ്റ്റിറ്റ്യൂഡ്. സയൻസിലെ പല വിഷയങ്ങളും, പല ഡിസ്കവറികളും, പല കണ്ടെത്തലുകളും ഒബ്സർവേഷൻ ആപ്റ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രം കണ്ടെത്തിയിട്ടുള്ളവയാണ്. അത് ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ അതിനോട് ബന്ധപ്പെട്ടായിരിക്കില്ല, മറ്റ് ചില കാര്യങ്ങളായിരിക്കും ആ ഒരു പരീക്ഷണത്തിൻ്റെ ഇടയിൽ നമ്മൾ നിരീക്ഷിച്ചു വരുന്നത്. അങ്ങനെ കണ്ടെത്തിയ ഒരുപാട് സയന്റിഫിക് ഡിസ്കവറികളുണ്ട്. ഉദാഹരണം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എക്സ്റേ, റേഡിയോ ആക്ടിവിറ്റി, പിന്നെ പെൻസിലിൻ, ബയോളജിക്കൽ ഡ്രഗ് പെൻസിലിൻ, ഇതെല്ലാം ഇങ്ങനെ ആക്സിഡന്റലായിട്ട് ഒബ്സർവേഷനിലൂടെ ആൾക്കാർ നിരീക്ഷണ പാഠവും കൊണ്ട് കണ്ടെത്തിയിട്ടുള്ള ചില സയന്റിഫിക് ഡിസ്കവറികളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. അതായത് ലൈറ്റിൽ നിന്ന് നമുക്ക് കറണ്ട് ഉണ്ടാക്കാമെന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന സോളാർ ടെക്നോളജി, അത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന ഒരു സാങ്കേതിക, ഒരു സയന്റിഫിക് ഡിസ്കവറിയിൽ നിന്നുണ്ടായതാണ്. അത് ആദ്യമായി ഒബ്സർവ് ചെയ്യുന്നത് ഹേർട്സ് എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അദ്ദേഹം ഒരു റേഡിയോ വേവ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സമയത്ത്, അദ്ദേഹം പഠിച്ചിരുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചല്ല, പഠിക്കുന്ന സമയത്ത് വളരെ യാദൃശ്ചികമെന്നോണം ആക്സിഡന്റലായിട്ട് അദ്ദേഹം കാണുന്ന ഒരു ഫിനോമിനായിരുന്നു ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. വെളിച്ചം വന്ന് വീഴുമ്പോൾ അതിൽ നിന്ന് കറണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ പിന്നീടാണ് ലെനാർഡ്, ഐൻസ്റ്റീൻ എല്ലാം എന്താണ് സംഭവിച്ചിരിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷം, 10-20 വർഷങ്ങൾക്ക് ശേഷമാണ് അതിനൊരു സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ ഒരു അടിത്തറ ഉണ്ടാകുന്നത്, അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഒബ്സർവേറ്ററി സ്കിൽ എന്ന് പറയുന്നത് സയൻസ് ആപ്റ്റിറ്റ്യൂഡിൽ, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിലുള്ളത് പോലെ തന്നെ വേണ്ടതാണ് ഒബ്സർവേറ്ററി ആപ്റ്റിറ്റ്യൂഡ്. മറ്റൊന്നാണ് എക്സ്പെരിമെന്റൽ സ്കിൽസ്. അതായത് ഒരു പരീക്ഷണം നടത്തുവാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ്. അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. നല്ലൊരു മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ആൾക്ക്, ഒരു ഒബ്സർവേഷൻ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ആൾക്ക് ഉണ്ടാകാവുന്ന ഒരു സ്കിൽ തന്നെ ആവണമെന്നില്ല. ഒരു എക്സ്പെരിമെന്റൽ ഒരു സെറ്റപ്പ് ഉണ്ടാകുക, ഒരു ലാബറട്ടറിയിൽ നമുക്കൊരു പരീക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സ്കില്ലാണ്. അതിൻ്റെ
ചില ഉദാഹരണങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും എൻ്റെ മനസ്സിലിപ്പോൾ ഓടി വരുന്നത് സാക്ഷാൽ മേരി ക്യൂറി PA ക്യൂറിയുടെ ബന്ധമാണ്. അത് വളരെ മനോഹരമായ ഒരു സിനിമയുണ്ട്, റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞൊരു സിനിമ. അതിൽ മേരി ക്യൂറിയും PA ക്യൂറിയും തമ്മിലുള്ള അവരുടെ റേഡിയോ ആക്റ്റീവ് എന്ന കണ്ടെത്തലുകളെ കുറിച്ചുള്ളൊരു സിനിമയാണ്. അതിൽ അവരുടെ ബന്ധം വളരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഈ മേരി ക്യൂറി ഒരു ഒബ്സർവേഷൻ സ്കില്ലുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. അവർ യുറേനിയത്തിൻ്റെ ഓറിന് യുറേനിയത്തെക്കാൾ പവർഫുൾ ആയിട്ടുള്ള റേഡിയേഷൻ ഉണ്ടെന്ന് അവർ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവരത് ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ അത് സത്യത്തിൽ അങ്ങനെ ഒരു കൂടുതൽ ശക്തി അങ്ങനത്തെ യുറേനിയം ഓറിന് റേഡിയോ ആക്റ്റീവ് ശക്തി കൂടുതലാണോ എന്ന് അവർക്ക് അതിനെ മെഷർ ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ അവരത് പറയുന്നു, പല ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. പക്ഷേ അവർ ആരും അത് അത്ര, പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആയതുകൊണ്ട് അങ്ങനത്തെ സയന്റിഫിക് ലോകം അവരെ അവഗണിക്കുന്നു. Imagine a grape. How do you turn a grape into wine? Well, you crush it and ferment it. Yes, so imagine a grape crushes itself, ferments itself, changes its very being. And what if I told you that as the grape turns itself into wine, it releases a powerful surge of energy, power that can make things happen? You'd be excited, am I right? I think so, yes, I would. So science is changing. And the very people who are running science are the people who believe the world was flat. And I'm going to prove them wrong, just as Newton did. We are. Thank you. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവർ PA ക്യൂറിയെ കണ്ടുമുട്ടുന്നത്. അവരൊരു വളരെ അഡമൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ PA ക്യൂറി വളരെ ശാന്തനായ ഒരു മനുഷ്യനും. PA ക്യൂറിയുടെ ഒരു സ്കിൽ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നു എന്നുള്ളതാണ്. അതിനുള്ള സ്കില്ലാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന് ലാബറട്ടറി അദ്ദേഹം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഈ റേഡിയോ ആക്ടിവിറ്റിയുടെ അളവ് കൃത്യമായി എത്രയാണ്, കൂടുതലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോമീറ്റർ എന്നുള്ള ഒരു എക്യുപ്മെന്റ് അദ്ദേഹം കണ്ടെത്തുകയും ഡിസൈൻ ചെയ്യുകയും ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. When we were working with crystals, we needed to be able to measure microscopic amounts of charge, and nothing worked until I built this. It's a quadrant electrometer. It's capable of measuring precisely the tiny amounts of electrical charge in a material. It measures electrical potential. Your equipment isn't good enough. Mine is. Your science is brilliant, but so is mine. You're proposing a partnership. That's exactly what I'm doing. സത്യത്തിൽ മേരി ക്യൂറിയും PA ക്യൂറിയും പിന്നീട് വിവാഹം കഴിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് സത്യത്തിൽ സയൻസിന്റെ രണ്ട് ആപ്റ്റിറ്റ്യൂഡുകൾ, ഒബ്സർവേഷൻ ആപ്റ്റിറ്റ്യൂഡും ഒരു എക്സ്പെരിമെന്റൽ ആപ്റ്റിറ്റ്യൂഡും തമ്മിലുള്ള ഒരു കൂടിച്ചേരൽ, ഒരു വിവാഹമാണ് സത്യത്തിൽ അവിടെ നടക്കുന്നതെന്ന് നമുക്ക് ആ സിനിമ കാണുമ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് ഇത് മനസ്സിലാവും. അപ്പോൾ ഒരു ഒബ്സർവേഷൻ സ്കിൽ ഉള്ള ആൾക്ക് ഒരു എക്സ്പെരിമെന്റൽ ഒരു സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടാകണമെന്നില്ല. പക്ഷേ അവർ രണ്ടും കോംപ്ലിമെന്റ് ചെയ്താൽ ഉണ്ടാകുന്നത് വളരെ മനോഹരമായ കണ്ടെത്തലുകളാണ് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹേർട്സ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആക്സിഡൻ്റലായിട്ട് നിരീക്ഷിച്ചു എന്ന് പറയുന്ന ഹേർട്സ്. അദ്ദേഹം ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. സയൻസ് ലോകത്ത് ഏറ്റവും പ്രഗത്ഭമായ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്ന സയൻറ്റിസ്റ്റുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഒന്ന് ന്യൂട്ടൺ, ഒന്ന് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ തീർച്ചയായും, പിന്നെ ബോൾട്സ്മാൻ. നമ്മുടെ എൻട്രോപ്പിയും ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന ബോൾട്സ്മാൻ, എൻട്രോപ്പിയെ കുറിച്ച് പറഞ്ഞ ബോൾട്സ്മാൻ. പിന്നീട് ക്വാണ്ടം മെക്കാനിക്സിനുള്ള ഒരു മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റി വേവ് ഇക്വേഷൻ ഡിസൈൻ ചെയ്ത കണ്ടെത്തിയ ഷ്രോഡിഞ്ചർ. ഇവരെല്ലാം മാത്തമാറ്റിക്കൽ ജീനിയസുകളാണ്. പക്ഷേ ഉദാഹരണം മാക്സ്വെല്ലിൻ്റെ കാര്യം എടുക്കുമ്പോൾ മാക്സ്വെൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പറയുന്നത് പ്യൂർലി മാത്തമാറ്റിക്കലായിട്ടാണ്. അദ്ദേഹം അതിനെ പരീക്ഷിക്കാനൊന്നും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് രണ്ടും ഒന്നാണെന്നും ഇലക്ട്രോ മാഗ്നറ്റിസം ഒന്നാണെന്നും വെളിച്ചം, ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. പക്ഷേ അങ്ങനെ ഒരു വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റിയിരുന്നില്ല. ആ പരീക്ഷണങ്ങൾ പക്ഷെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഹേർട്സ് ആണ്. അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പാഠമെന്ന് പറയുന്നത്, അദ്ദേഹം അതിനെ തിരഞ്ഞെടുക്കുന്നത് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കുറവായതുകൊണ്ട് റേഡിയോ വേവ്സിൻ്റെ കൂടിയ വേവ് ലെങ്ത്തുള്ള റേഡിയോ വേവ്സിലാണ് അദ്ദേഹം ആ പരീക്ഷണം നടത്തുന്നത്. അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ ആപ്റ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടെത്തലുകൾക്ക് കോംപ്ലിമെൻ്റ് ചെയ്യാനും ഒരു എക്സ്പെരിമെൻ്റൽ ആപ്റ്റിറ്റ്യൂഡിന് സാധിക്കുമെന്നാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒബ്സർവേഷൻ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എക്സ്പെരിമെന്റൽ. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന സയന്റിഫിക് ഡിസ്കവറിയാണ്. ഒന്നുള്ള ആൾക്ക് മറ്റേത് ഉണ്ടാകണമെന്നില്ല എന്നർത്ഥം.
ഇതുപോലെ മറ്റൊരു ആപ്റ്റിറ്റ്യൂഡാണ് കോസ് ആൻഡ് എഫക്റ്റിന്റെ ഇൻഡ്യൂഷൻ. ഇത് ഞാൻ പറയുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഫിസിക്സിലെ ഇക്വേഷനിൽ സമവാക്യങ്ങൾ നമ്മൾ കാണുന്ന ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയിട്ടാണ്, അളക്കുവാനുള്ള മെഷർമെന്റിന് വേണ്ട ഇക്വേഷൻ ആയിട്ടാണ്. ഉദാഹരണം, വളരെ ലളിതമായൊരു ഇക്വേഷൻ എടുക്കാം. ന്യൂട്ടന്റെ ചലന നിയമങ്ങളിൽ നിന്നും സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ഫോഴ്സ് F ഈക്വൽ ടു ma, ഫോഴ്സ് ഈക്വൽ ടു മാസ് ടൈംസ് ആക്സലറേഷൻ. ഇങ്ങനെയാണ് നമ്മൾ കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഫോഴ്സ് ഈക്വൽ ടു മാസ് ടൈംസ് ആക്സലറേഷൻ. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഫോഴ്സിനെ അളക്കാനുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫോഴ്സിനെ അളക്കണം, അത് അളക്കാൻ നമ്മൾ മാസിനെയും ആക്സലറേഷനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് കുട്ടികൾ മനസ്സിലാക്കുന്നതും. ഒരു സയൻറ്റിഫിക് ഒരു പ്രോബ്ലത്തെ സമീപിക്കുമ്പോൾ നമ്മൾ ഇതിലെല്ലാം ഇക്വേഷനിലെല്ലാം ഡാറ്റ ഇട്ടിട്ട് അതിൽ കൂട്ടാനാണ് ശ്രമിക്കുന്നത്. സത്യത്തിൽ ഈ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും സയൻസിൻ്റെ ഇക്വേഷൻസ് എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരു രീതിയിലാണ്. മറ്റൊരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണം, അതൊരു കോസ് ആൻഡ് എഫക്റ്റിൻ്റെ ഒരു സമവാക്യമാണ് സത്യത്തിൽ ഏത് ഫിസിക്സിൻ്റെ ഇക്വേഷനും. ഉദാഹരണം, ഈ ഇക്വേഷൻ തന്നെ എടുക്കാം. ഈ ഇക്വേഷൻ ഫോഴ്സ് ഈക്വൽ ടു മാസ് ടൈംസ് ആക്സലറേഷൻ ശരിക്കും ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ എഴുതേണ്ടത് A ഈക്വൽ ടു F അപ്പോൺ M എന്നാണ്. അതായത് ആക്സലറേഷൻ ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് എന്ന് പറയുന്നതിൽ തന്നെ പ്രശ്നമുണ്ട്. ഫോഴ്സ് അപ്പോൺ മാസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സമവാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ആക്സലറേഷൻ ഇടതുവശം, ഏതൊരു സയൻസ് ഇക്വേഷൻ്റെയും ഇടതുവശം എന്ന് പറയുന്നത് ഒരു എഫക്റ്റാണ്. ഏത് സയൻസ് ഇക്വേഷൻ്റെയും ഇടതുവശം ഒരു എഫക്റ്റിനെയാണ് പറയുന്നത്. ഇത് എഫക്റ്റ്, അതിൻ്റെ വലതുവശം ഒരു കോസ്. അപ്പോൾ ഇന്ന കാരണം കൊണ്ട് ഇന്ന എഫക്റ്റ് ഉണ്ടായി. ഇതാണ് ഒരു ഫിസിക്സിലെ ഒരു സയൻസിലെ ഇക്വേഷൻ്റെ ഒരു ഇൻഡ്യൂഷൻ. അതാണ് അതിൻ്റെ അർത്ഥം സത്യത്തിൽ, അളക്കുക എന്നതിനേക്കാൾ ഉപരി. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് ഒരു മാസുള്ള ഒരു ബോഡിയുടെ മുകളിൽ ഫോഴ്സ് വരികയാണെങ്കിൽ, ഫോഴ്സ് അപ്പോൺ മാസ് വരികയാണെങ്കിൽ ആക്സലറേഷൻ ഉണ്ടാകും എന്നാണ് ഇക്വേഷൻ്റെ അർത്ഥം സത്യത്തിൽ. ഇങ്ങനെ ഏത് സയൻസിൻ്റെ ഇക്വേഷനെയും മാക്സ്വെല്ലിൻ്റെ ഇക്വേഷനെ അടക്കം നമുക്ക് കോസ് ആൻഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോസ് ആൻഡ് എഫക്റ്റിൻ്റെ ഒരു ഇൻഡ്യൂഷൻ, അതിനെ ഡയലക്റ്റിക്കലായിട്ട്, ഞാനിവിടെ മറ്റൊരു വാക്ക് പറയുകയാണ്, വൈരുദ്ധ്യാത്മകമായിട്ട് ഈ കോസ് ആൻഡ് എഫക്റ്റിനെ കാണാൻ സാധിക്കുക എന്നുള്ളത് സയൻസിൻ്റെ ഒരു വലിയ ആപ്റ്റിറ്റ്യൂഡാണ്, വേണ്ട ആപ്റ്റിറ്റ്യൂഡാണ്. അതിൽ അഗ്രഗണ്യനായി നിൽക്കുന്ന സയൻറ്റിസ്റ്റാണ് സാക്ഷാൽ മൈക്കിൾ ഫാരഡേ. മൈക്കിൾ ഫാരഡേ ഔദ്യോഗികമായ വിദ്യാഭ്യാസം, മാത്സും സയൻസും ഒന്നും പഠിച്ച സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയ ആളല്ല. എങ്കിലും റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിൽ ഏറ്റവും കൂടുതൽ ലെക്ചർ കൊടുത്തിട്ടുള്ള ഒരു പ്രഗത്ഭനായ സയൻറ്റിസ്റ്റാണ് മൈക്കിൾ ഫാരഡേ. ഇലക്ട്രിസിറ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൈക്കിൾ ഫാരഡേ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്കില്ല് അദ്ദേഹത്തിന് ഈ കോസും എഫക്റ്റിനെ കുറിച്ചുള്ള ഒരു ഡയലക്റ്റിക്കലായിട്ടുള്ള ഒരു അനാലിറ്റിക്കൽ മൈൻഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉദാഹരണം, അദ്ദേഹത്തിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ. അദ്ദേഹം പറഞ്ഞത്, ഇലക്ട്രിസിറ്റി കാരണം മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മാഗ്നറ്റിക് എഫക്റ്റ് കാരണം ഇലക്ട്രിസിറ്റി ഉണ്ടായിക്കൂടാ? അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിസിറ്റി നമുക്ക് തിയറി ഓഫ് അബണ്ടൻസ്, മാഗ്നറ്റിക് എഫക്റ്റിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഒരുപാട് അബണ്ടൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നല്ലോ എന്നൊരു സിമ്പിൾ തോട്ട് പ്രോസസ്സ്, ഒരു ഇൻറ്റ്യൂഷൻ, ഒരു കോസ് ആൻഡ് എഫക്റ്റിൻ്റെ ഒരു ഇൻറ്റ്യൂഷനാണ് അദ്ദേഹത്തെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ മാറ്റിമറിച്ച കണ്ടെത്തലുകളിലേക്ക് എത്തിച്ചത്. What everyone else at the time had been taught was that forces travel in straight lines. Faraday was different. Faraday imagined that invisible lines of force flowed around an electric wire. And then he imagined that a magnet had similar lines emerging from it, and that those lines would get caught up in this flow. It was a bit like a flag in the wind. But Faraday's great leap of the imagination was to turn this experiment on its head. Instead of an electrified wire moving a compass, he wondered if he could get a static magnet to move a dangling wire. I've never seen you like this, Faraday. You look like a happy child. I'm shaking, Newman. Underneath, I'm shaking. You see, John? You see? Yes. ഇത് തന്നെ അദ്ദേഹം കെമിസ്ട്രിയിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്, മൈക്കിൾ ഫാരഡേ. അതായത് ഗാൽവനിക് സെല്ല് നമുക്കൊരു കെമിക്കൽ സെല്ലിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാമെങ്കിൽ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നിന്ന് ഇലക്ട്രിസിറ്റി കൊണ്ട് നമുക്ക് ചില ഗോൾഡ് ഇലക്ട്രോപ്ലേറ്റിംഗ് പോലത്തുള്ള ചില കെമിക്കൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു
കോസ് ആൻഡ് എഫക്റ്റിൻ്റെ ഒരു ഡയലക്റ്റിക്കൽ അപ്രോച്ചാണ് മൈക്കിൾ ഫാരഡേ അദ്ദേഹത്തിൻ്റെ ഡിസ്കവറികളിൽ ഇൻവെൻഷൻസിലെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചത് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് പ്രധാനപ്പെട്ടതാണ്, സയൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാഗൽഭ്യമാണ് എല്ലാ പ്രതിഭാസങ്ങളെയും അളക്കുക എന്നുള്ളത്. പക്ഷെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒബ്സർവേഷൻ, എക്സ്പെരിമെൻ്റൽ ആപ്റ്റിറ്റ്യൂഡ്, കോസ് ആൻഡ് എഫക്റ്റ് അനാലിസിസ്. ഇക്വേഷനെ നമുക്കത് ആ രീതിയിൽ മനസ്സിലാക്കാം. ഇതെല്ലാം ചേർന്നതാണ് ഒരു സയൻറ്റിഫിക് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ സയൻറ്റിഫിക് മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ സയൻസ് പഠിക്കുന്നത് ഒരു സയൻറ്റിസ്റ്റ് ആവാനോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാനോ തന്നെ ആവണമെന്നില്ല. അതിനൊരു നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് മൈൻഡ്, ഒരു സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ്, ഒരു സയൻറ്റിഫിക് ടെമ്പർ, സയൻറ്റിഫിക് തിങ്കിങ്, ഇതെല്ലാം ഏതൊരു പൗരനും ഏതൊരാൾക്കും ഈ മനുഷ്യനും ജീവിച്ചിരിക്കുമ്പോൾ വേണ്ട ആപ്റ്റിറ്റ്യൂഡുകളാണ്. ഇത് മാത്തമാറ്റിക്സിൽ മാത്രമുള്ളൊരു ആപ്റ്റിറ്റ്യൂഡ് അല്ല. ഇത് ഈ പറഞ്ഞ എല്ലാ ആപ്റ്റിറ്റ്യൂഡുകളും ചേർന്നുള്ള ഒരു മൈൻഡാണ് നമ്മൾ സയൻസ് പഠനത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചത് സയൻസ് ഈസ് നോട്ട് ഓൾ അബൌട്ട് മാത്തമാറ്റിക്സ് എന്നാണ്. ഇതാ ചാക്കോമാഷ് വീണ്ടും എന്തോ പറയുന്നുണ്ട്. അദ്ദേഹം പിണങ്ങിയെന്ന് തോന്നുന്നു, മാത്സ് വളരെ പ്രധാനപ്പെട്ടതല്ല എന്ന് പറയുമ്പോൾ. മാഷെ മാഷ് ഈ പാട്ടൊന്ന് ശ്രദ്ധിക്കൂ. Galileo's head was on the block. Crime was looking up the truth. And as the bombshells of my daily fears explode, I try to trace them to my youth. And then you had to bring up reincarnation over a couple of beers the other night. And now I'm serving time for mistakes made by another in another lifetime. ഇപ്പോൾ നിങ്ങൾ കേട്ട പാട്ട് ഇൻഡിഗോ ഗേൾസ് എന്ന് പറയുന്ന ഒരു ബാൻഡിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പാട്ടാണ്. മാഷ് ആ പാട്ടിലെ ആരെക്കുറിച്ചാണ് പാടിയിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചോ? അത് ഫാദർ ഓഫ് മോഡേൺ സയൻസ് എന്നറിയപ്പെടുന്ന ഗലീലിയോയെക്കുറിച്ചാണ്. ഒരു ബാൻഡാണ് ആ കുട്ടികൾ പാടിയിട്ടുള്ളത്. അപ്പോൾ സാധാരണക്കാർ പോലും ഏറ്റുപാടുന്ന ഒരു ബാൻഡിലെ ഒരു കഥാപാത്രമാണ് ഗലീലിയോയെക്കുറിച്ച് പാടുന്നത്. ഗലീലിയോ അറിയപ്പെടുന്ന ഫാദർ ഓഫ് മോഡേൺ സയൻസ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, സയൻസ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലുമായി ജീവിച്ച ഗലീലിയോ, അദ്ദേഹം അന്ന് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു മതാധിഷ്ഠിത സമൂഹത്തിൽ അദ്ദേഹം പറഞ്ഞു, അല്ല, വാന നിരീക്ഷണത്തോടുകൂടി ടെലിസ്കോപ്പിലൂടെ നിരീക്ഷിച്ചുകൊണ്ട് ആൾക്കാരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, നമ്മൾ ജീവിക്കുന്നത് ഒരു ജിയോസെൻട്രിക് പ്രപഞ്ചത്തിലല്ല, ഒരു ഹീലിയോസെൻട്രിക് പ്രപഞ്ചത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും ഇന്ന് നമുക്ക് ഏത് കൊച്ചുകുട്ടിക്ക് പറയാം. അദ്ദേഹം ഹൗസ് അറസ്റ്റിലായി, അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു, ജീവിതകാലം മുഴുവൻ ഹൗസ് അറസ്റ്റിൽ അന്ധനായി അദ്ദേഹം ജീവിച്ച് മരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ താൻ പറയുന്ന കൺവിക്ഷൻ, ട്രൂത്തിനെ കുറിച്ചുള്ള കൺവിക്ഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതാണ് ആ പാട്ടിലും പറയുന്നത്. ആ പാട്ടിൽ പറയുന്നു, എനിക്ക് എപ്പോഴൊക്കെ സംശയങ്ങൾ വരുന്നു, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴൊക്കെ നിരാശ വരുന്നു, എനിക്ക് പെർഫെക്ഷൻ ഇല്ലാതാവുന്നു, അപ്പോഴൊക്കെ ഞാൻ ഗലീലിയോനെ എൻ്റെ മനസ്സിലേക്ക് ആവാഹിക്കുന്നു. ഇൻറ്റ്യൂഷൻ, ഇൻസൈറ്റുള്ള ഗലീലിയോ, അങ്ങനെയാണ് ആ പാട്ട് പോകുന്നത്. അപ്പോൾ എത്രമാത്രം ആ ഒരു ഗലീലിയോൻ്റെ ആ സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഇന്നും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മലയാളത്തിൽ ഇത്തരം പാട്ടുകളില്ല എന്ന് തന്നെ പറയാം. ഞാൻ ഗലീലിയോയെ കുറിച്ച് പറയാൻ കാരണമുണ്ട്. ഞാൻ ഈ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത്, ഈ സയൻസിനെ കുറിച്ചുള്ള ഈ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് 2 എപ്പിസോഡായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷയം. അപ്പോൾ അടുത്ത വിഷയത്തിൽ എനിക്ക് കൂടുതൽ പറയാനുള്ളത് ഈ ഗലീലിയോയെ കുറിച്ചാണ്. ഗലീലിയോ കണക്കിൻ്റെ ഒരു പ്രയോഗിക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ, മാത്തമാറ്റിക്സ്, ഗലീലിയോ ആണ് പറഞ്ഞത് മാത്തമാറ്റിക്സ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് നേച്ചർ എന്ന്. ഗലീലിയോ പക്ഷേ തൻ്റെ കാലത്ത് ജനങ്ങളെ താൻ കണ്ടത്, സയൻസ് ജനങ്ങളോട് പറയാൻ അദ്ദേഹം ഉപയോഗിച്ചത് മാത്തമാറ്റിക്സിൻ്റെ ലാംഗ്വേജ് അല്ല, അദ്ദേഹം ഉപയോഗിച്ചത് നാടകങ്ങളാണ്. അദ്ദേഹത്തിന്
നാടക രൂപത്തിൽ അദ്ദേഹം എഴുതിയ ചില ഡയലോഗുകളാണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങളോട് അദ്ദേഹം കണ്ട കാര്യങ്ങളും അദ്ദേഹത്തെ വിശ്വസിക്കുകയല്ല, അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ, സയൻസിൻ്റെ ചില സത്യങ്ങൾ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഗലീലിയോൻ്റെ ആ ഒരു ഫോർമാറ്റും സയൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ഫോർമാറ്റും അതോടൊപ്പം തന്നെ ഈ സയൻസിനെ മുൻനിർത്തി മലയാള സിനിമയിലെ ഒരു മനോഹരമായ ഒരു വയലാറിൻ്റെ പാട്ടും ഇതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യണം. അതുകൊണ്ട് അടുത്ത എപ്പിസോഡ് തീർച്ചയായും കാണുക. To my soul gets to right, and every